അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 21/6/2024 അൽ മുഖദ്ദിറാത്തു ജരീമ എന്ന ശീർഷകത്തിൽ ഡ്രഗ്സ് കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. മയക്കുമരുന്നിൻ്റെ ഉപയോഗം നാം ഏറെ ഗൗരവത്തോടുകൂടെ കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ രുചികരമായതും നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായതുമായ എല്ലാം നമുക്ക് അനുവദനീയമാക്കി തന്നിട്ടുണ്ട്. ഖുർആൻ പറയുന്നു, വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ സന്താനങ്ങളെ മനുഷ്യ വിഭാഗത്തെ നാം ബഹുമാനിച്ചിരിക്കുന്നു. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ബഹുമാനം, ആദരവ് അവൻ നമുക്ക് ബുദ്ധിശക്തി നൽകി എന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഉപകാരമുള്ളതേത്, ഉപദ്രവമുള്ളതേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഖുർആൻ പറയുന്നു, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലക്കും തഷ്കുറൂൻ. അല്ലാഹു നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ നിന്നും ഒന്നും അറിയാത്തവരായി ഭൂമിയിലേക്ക് നിങ്ങളെ പ്രസവിപ്പിച്ചു. അവൻ നിങ്ങൾക്ക് കേൾവിശക്തി, കാഴ്ചശക്തി, ചിന്താശേഷി നൽകി നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അള്ളാഹു നൽകിയ ബുദ്ധിശക്തിക്ക് നാം എങ്ങനെയാണ് നന്ദിയുള്ളവരാകുക? നാം ആ ബുദ്ധിശക്തി അതിന് കോട്ടം വരുത്തുന്ന, നമ്മുടെ ചിന്താശേഷിയെ നശിപ്പിക്കുന്ന എല്ലാത്തിൽ നിന്നും നാം മാറി നിൽക്കണം. അതിൽ ഏറെ ഗൗരവമുള്ളതാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം. അത് നമ്മളിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തും. അത് നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കും, മനുഷ്യനെ അത് നശിപ്പിക്കും. ഖുർആൻ പറയുന്നു, വലാ തുൽഖു ഐദീകും ഇലത്തഹ്ലുക, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ഒരിക്കലും നാശത്തിലേക്ക് വലിച്ചിടരുത്. മനുഷ്യൻ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് അവൻ മയക്കുമരുന്നിൻ്റെ കെണിവലയിൽ പെട്ടുപോകുക എന്നത്. ചീത്ത കൂട്ടുകെട്ടുകളാണ് അവനെ അത്തരം പ്രവൃത്തികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവൻ ഒരു ഹോബിക്ക് വേണ്ടി അത് രുചിച്ചു തുടങ്ങുന്നു. പിന്നീട് ഒരിക്കലും രക്ഷപ്പെടാത്ത വിധത്തിൽ അവൻ അതിലേക്ക് മുഖം കുത്തി വീഴുന്നു. അതിൻ്റെ അന്ത്യം ഒരിക്കലും സന്തോഷകരമാകുകയില്ല. അള്ളാഹു പറയുന്നു, വലാ തത്തബി സബീലൽ മുഫ്സിദീൻ, ഭൂമിയിൽ ഫസാദുണ്ടാക്കുന്നവരുടെ വഴി നീ ഒരിക്കലും പിന്തുടരുത്. നാം ആ മാരകമായ വിഷം രുചിച്ചു തുടങ്ങുന്നതോടുകൂടെ നാം ചിന്തിക്കണം, ഇതിൻ്റെ അന്ത്യം എവിടേക്കാകും എന്നത്. നമുക്ക് അതുകൊണ്ട് എന്താണ് നേടിയെടുക്കാൻ സാധിക്കുക? നമ്മുടെ ജീവിതം നാം നശിപ്പിക്കുകയാണ്. നാം കുടുംബത്തെ അതോടുകൂടെ അവഗണിക്കുകയാണ്. ആരോഗ്യം നാം ക്ഷീണിപ്പിക്കുകയാണ്. നമ്മുടെ സമ്പത്ത് ഇല്ലാതെയായി പോകുന്നു. നമുക്ക് പേരും പെരുമയും അതോടുകൂടി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ചീത്ത കൂട്ടുകെട്ടുകളിൽ പോകുന്നതിനെ തൊട്ട് നാം എപ്പോഴും ശ്രദ്ധിക്കണം. ഖുർആൻ പറയുന്നു, വഇൻ യറൗ സബീലർ റുഷ്ദി ലാ യത്തഖിദൂഹു സബീല വഇൻ യറൗ സബീലൽ ഗയ്യി യത്തഖിദൂഹു സബീല. അത്തരം ആ സംഘങ്ങൾ, അവർ നന്മയുടെ വഴി കണ്ടാൽ ആ നന്മയുടെ വഴിയിൽ അവരൊരിക്കലും പ്രവേശിക്കുകയില്ല. അവർ ചീത്ത വഴിയിൽ പ്രവേശിക്കുന്നവരാണ്. അവരെക്കുറിച്ച് അവരുടെ ഉദാഹരണമാണ് അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്നത്. വയുരീദുല്ലദീന യത്തബിഊന ശഹവാത്തി അൻ തമീലു മൈലൻ അളീമ. ദേഹേച്ഛകളോട് പിൻപറ്റുന്ന അത്തരം സംഘങ്ങൾ നിങ്ങളെ വഴികേട് തരത്തിലേക്ക് നയിക്കാനാണ് ശ്രമിക്കുന്നത്. അള്ളാഹു നമ്മുടെ സന്താനങ്ങളൊക്കെ അത്തരം കെണിവലയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ എന്ന് നമുക്ക് റബ്ബിനോടെപ്പോഴും പ്രാർത്ഥിക്കാം. നാം മയക്കുമരുന്നിൻ്റെ ഉപയോഗം അത് രാജ്യത്തോട് ചെയ്യുന്ന വലിയ അനീതിയാണ്. നമ്മുടെ ഭരണകർത്താക്കളോട് നാം കാണിക്കുന്ന വലിയ അക്രമമാണ്. നമ്മുടെ പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം നന്മയുടെ വഴികളാണ് അവർ നമുക്ക് മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നത്. എത്രയെത്ര ധനമാണ് അവർ നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. നാം പഠിക്കാനും വളരാനും
പുതിയ മേഖലകൾ കണ്ടെത്താനുമുള്ള എല്ലാ നല്ല വാതായനങ്ങളും അവർ നമുക്ക് മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നു. അതുകൊണ്ട് വരുന്ന തലമുറ ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ, മയക്കുമരുന്നുകളുടെ ഉപയോഗത്തെപ്പറ്റി ബോധവാന്മാരാകണം. സമൂഹത്തിലെ ഓരോരുത്തരും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവർ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം. നബിതങ്ങൾ പറഞ്ഞു, വകുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യത്തി, നിങ്ങളിൽ ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്വം ഉള്ളവരാണ്. ഓരോരുത്തരുടെ ഉത്തരവാദിത്വം പറ്റിയിട്ടും അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. മാതാപിതാക്കൾ പ്രത്യേകം ഈ വിഷയത്തിൽ ബോധവാന്മാരാകണം. അവർ അവരുടെ മക്കളെപ്പറ്റി എപ്പോഴും ഓർമ്മയുള്ളവരാകണം. അവർ നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളാണ്, ഭാവിയുടെ പ്രതീക്ഷകളാണ്. നാം അവരോടൊപ്പം എപ്പോഴും ചേർന്നിരിക്കണം. അവരുടെ സംസാരങ്ങൾക്ക് നാം ചെവി കൊടുക്കണം. അവർക്കെപ്പോഴും നല്ല ഉപദേശങ്ങൾ നാം നൽകിക്കൊണ്ടിരിക്കണം. അവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളുമൊക്കെ നാം ശ്രദ്ധിക്കണം. കൂട്ടുകെട്ടുകൾ ഏതൊക്കെയാണ് എന്ന് നാം അന്വേഷിക്കണം. ഏതു വിഷയത്തിലാണ് അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്ന് നമുക്ക് അറിവുണ്ടാകണം. നാം അതിലൊക്കെ വരുത്തുന്ന ചെറിയ വീഴ്ചകൾ വലിയ ദുരന്തത്തിന് കാരണമാകാൻ ഇടയുണ്ട് എന്ന് നാം എപ്പോഴും ഓർക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അമ്മസ്തർആ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരോടും ആ ഉത്തരവാദിത്തപ്പെറ്റി ചോദിക്കും. അഹഫിള അം ലയ്യ, അവനത് നിറവേറ്റിയോ അതോ പാഴാക്കിയോ എന്ന്. ഹത്താ യസ്അല റജുല അൻ അഹ്ലി ബൈത്തി, കുടുംബനാഥനോട് ആ കുടുംബ അംഗങ്ങളെപ്പറ്റി അവർ അതെങ്ങനെ ശ്രദ്ധിച്ചു, ആ കുടുംബാംഗങ്ങളെ എങ്ങനെ പരിപാലിച്ചു എന്ന് അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അധ്യാപികമാർ അവർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. വിദ്യാർത്ഥികൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നാം അവരെപ്പറ്റി എപ്പോഴും ശ്രദ്ധയുള്ളവരാകണം. അവർ ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഒക്കെ, മയക്കുമരുന്നുകളുടെ ഒക്കെ ഉപയോഗങ്ങളിൽ പെട്ടുപോകുന്നതിനെ പറ്റിയിട്ട് നാം അവരെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അതിൻ്റെ ദൂഷ്യവശങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ അതിൽ നിന്നും സംരക്ഷിക്കാൻ അധ്യാപകന്മാർക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണിൻ്റെ കുളിർമകളാണ്. അല്ലാഹു അവരെ വളർത്തി വലുതാക്കി അവരുടെ ദീനും ദുന്യാവുമൊക്കെ രക്ഷപ്പെടാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. വരുന്ന തലമുറയെ നാം വളർത്തിക്കൊണ്ടുവരുന്നതിൽ നാം ഏറെ ഉത്തരവാദിത്വമുള്ളവരാണ് എന്ന് മനസ്സിലാക്കി മയക്കുമരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ട് അവരെ ഓർമ്മപ്പെടുത്തി അവരെ നല്ല രീതിയിൽ നല്ല മാർഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ സന്താനങ്ങൾ അല്ലാഹു നമ്മുടെ കണ്ണിന് കുളിർമയാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.